ശനിയാഴ്ച 10th പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എക്സാം ഹാളിലും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലൊക്കെ റെഡിയാക്കി വെക്കണം എന്നുള്ള കാര്യങ്ങളാട്ടോ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രിലിംസ് ഉള്ളവർക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായിട്ട് കാണുക. എക്സാമിന്റെ ടെൻഷൻ ആയിരിക്കുമല്ലേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ. എനിക്കറിയാം, ഇത് കാണുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. എക്സാം ഈസി ആയിരിക്കോ, കട്ട് ഓഫ് കൂടുതലായിരിക്കോ, അതേപോലെ NUSART നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുമോ, ഞാൻ പഠിച്ച ഭാഗങ്ങൾ വരുമോ, അങ്ങനെ പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതൊക്കെ എന്തിനാ? അത് വെറുതെ ഒന്നും അല്ലല്ലോ. എക്സാം ഹാളിൽ പോയി ആ ഒരു നമ്മുടെ ഉത്തര പേപ്പറിൽ എഴുതാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ അതൊന്നും മറക്കില്ല, പേടിക്കേ വേണ്ട. ഇനി കുറേ പേർക്ക് ടെൻഷനാണ്, ഞാൻ ആ സമയത്ത് മറക്കോ, ഒരു ചോദ്യം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുക അതാണ്, ഈ ചോദ്യം ഞാൻ മറക്കോ എക്സാം ഹാളിൽ, ഇനിയിപ്പോൾ എന്ത് ചെയ്യതിന് വീണ്ടും റിവിഷൻ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പല ചിന്തകൾ കടന്നു പോകും നമ്മൾ എക്സാമിൻ്റെ ആ ഒരു അടുക്കുന്നതിനോടനുബന്ധിച്ച്. അപ്പം അങ്ങനെയുള്ള ഒരു ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് എന്തായാലും ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഉറപ്പായിട്ടും ഓർമ്മ വരും. എനിക്കറിയാം, എത്രയൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവില്ലേ. സാറില്ല, ചെറിയൊരു ടെൻഷനൊക്കെ നമുക്ക് മറികടക്കാം. പക്ഷെ ഒത്തിരി അമിതമായിട്ട് ടെൻഷൻ അടിക്കരുത് എന്നാട്ടോ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവല്, നമ്മൾക്ക് കോൺഫിഡൻസ് വേണം, പക്ഷെ ഓവർ കോൺഫിഡൻസ് ആവുകയും അരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയാണ്, നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ, അറിയുന്ന ഉത്തരങ്ങൾ, ഇപ്പം നമ്മളൊരു പേജ് നോക്കുമ്പോൾ ആ ഒരു പേജിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അങ്ങനെ ഉത്തരം എഴുതിയിട്ടേ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് തൊട്ടടുത്ത പേജിലും നമുക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റിൽ ഫുള്ള് വേഗം ഉത്തരങ്ങൾ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകും. അപ്പം അതിനിടയ്ക്ക് നമ്മൾ ചോദ്യങ്ങൾ മിസ്സാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ നേരിട്ട് എഴുതി കഴിഞ്ഞാൽ ഒന്ന് ടിക്കിടുക, അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് വെക്കുക, അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറയാം കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യനും നമ്മൾ മിസ്സാക്കരുത് കേട്ടോ. ഏറ്റവും അറിയുന്ന ഈസി സിമ്പിൾ ക്വസ്റ്റ്യനൊക്കെയാണ് ഞാൻ മിസ് ചെയ്തിട്ടുള്ള ഒരെണ്ണം കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതിലുണ്ടോയെന്ന് വരെ ഞാൻ അനാലിസിസ് വീഡിയോ കാണുമ്പോഴാണ് അറിഞ്ഞിട്ടുള്ളത്. ഒരു പ്രിലിംസിന് സംഭവിച്ച കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് സംഭവിക്കരുത്, അതുകൊണ്ടാണ് പറയുന്നത്. കുറേ അറിയുന്ന ഉത്തരങ്ങൾ കാണുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എഴുതാത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് മാർക്ക് ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെ പോവാം. പിന്നെ നിങ്ങൾക്ക് കിട്ടിയ കോഡിൽ ചിലപ്പോൾ, അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ ഫസ്റ്റത്തെ ഒരു 4-5 ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ കഷ്ടമുള്ളതായിരിക്കാം. ഓരോരോ കോഡിലും ഫസ്റ്റ് വരുന്ന ചോദ്യങ്ങൾ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ചിലർക്ക് ഈസി ആയിട്ടുള്ളത് കിട്ടും, അപ്പോൾ അവർക്ക് ആദ്യം തന്നെ നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടി നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റും. പക്ഷേ ചിലർക്ക് ഫസ്റ്റത്തെ ഒരു 3-4 സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് അതും അറിയാത്തതൊക്കെ ഇടുമ്പോഴേക്കും അവിടെ വീണ് പോകുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ വീണ് പോവരുത്. കാരണം അപ്പുറത്തൊക്കെ നമുക്ക് അറിയുന്ന, നമ്മൾ ശരിയാക്കുന്ന ഉത്തരങ്ങളുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യങ്ങൾ നമ്മൾ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ഈ ഫസ്റ്റത്തെ ഒരു 3-4 കാണുമ്പോൾ തളരേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എഴുതാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അപ്പുറത്തുള്ളത് എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ആ നിമിഷം തന്നെ ഉറപ്പിക്കണം കേട്ടോ, ആ ഒരു ടഫുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ. കാരണം ആദ്യം തന്നെ തളരരുത്, അതാണ് ഒരു കാര്യം പറയാനുള്ളത്. ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തന്നെയും നിങ്ങളത് ആദ്യം നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളെല്ലാം എഴുതി പോവാം. ഇനിയിപ്പോൾ മാത്സ് ആണ് കൂടുതൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ പോയി മാത്സ് ചെയ്തോളൂ, അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് സ്റ്റേറ്റ്മെന്റിന് നിങ്ങൾ ടൈം കൊടുത്തിട്ട് വായിക്കുക, നന്നായിട്ട് വായിക്കുക. ശരിയായത് തെറ്റായത് എന്നുള്ളതെല്ലാം മാർക്ക് ചെയ്യുക കേട്ടോ. ശരിയായതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെങ്കിൽ ആ ശരിയായത് എന്നുള്ളതിൻ്റെ അടിയിൽ നിങ്ങൾ പേന കൊണ്ടൊന്ന് വരയ്ക്കുക, അല്ലെങ്കിൽ റൗണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. കാരണം അത് പിന്നീട് ഓപ്ഷൻ നമ്മൾ കറക്കി വീഴ്ത്താൻ വേണ്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ ശരിയായതെന്ന് പറഞ്ഞത് തെറ്റായത്, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അപ്പോൾ അത് കറക്റ്റ് വായിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഒന്ന് മാർക്ക് ചെയ്ത് എന്ന് വെച്ചിട്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ, അതാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, ശരിയായ പ്രസ്താവന ചോദ്യങ്ങളിൽ ശരിയായതാണോ തെറ്റായതാണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആൻസർ ഉറപ്പിച്ച ശേഷം ഒന്നുകൂടി നോക്കുക ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. പിന്നെ പറയാനുള്ളത്, നെഗറ്റീവ് മാർക്ക് പോകുന്നത് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഞാൻ 80 ഉത്തരവ് എൻ്റെ ശരിയായിരിക്കും, അതുകൊണ്ട് 5-6 നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല എന്ന രീതിക്ക് നിങ്ങൾ ചെയ്യരുത്. ആ ഒരു 5-6 ഉണ്ടല്ലോ, അത് വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ 10-12 ആയിപ്പോകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക കേട്ടോ, ആ ഒരു കാര്യം കൂടി നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നെഗറ്റീവ് വരുത്താതെ പരമാവധി അറിയുന്നത് മാത്രം എഴുതുക. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു 50-50 ചാൻസ് ഒക്കെ എടുക്കുക കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ. അത് പക്ഷെ നിങ്ങൾ അത്രയും ശരി ഉത്തരങ്ങൾ എഴുതിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ
മാത്രം അങ്ങനെ ചെയ്യാം. അല്ലാതെ നിങ്ങൾ തീരെ അറിയാത്ത ചോദ്യത്തിലൊന്നും പോയി കൈവെക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നെഗറ്റീവ് മാർക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാർക്കുകളെല്ലാം കുറഞ്ഞു വരും. കട്ട് ഓഫ് കടക്കാനുള്ള നമ്മളെ ഒരു ചാൻസ് ഒക്കെ പോയി കിട്ടും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇത് നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ വരുന്ന കമ്പനി ബോർഡ് LGSനൊക്കെ വരുന്ന ഒരു എക്സാം അല്ലേ. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എന്തായാലും നമ്മുടെ ഒരു ഡിസ്ട്രിക്ട് ലെവൽ എക്സാമിനേക്കാൾ കൂടുതൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ബോധം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ എങ്ങനെയും ശരി ഉത്തരങ്ങൾ ആദ്യം എഴുതുക, അതിനുശേഷം നമുക്ക് അറിയാത്തതെല്ലാം ചിന്തിച്ച് ഉത്തരം എഴുതുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഹാൾ ടിക്കറ്റ്, അതേപോലെ 2 പേന, പിന്നെ ID കാർഡ് ഇത് മറക്കാതെ എടുത്തിരിക്കണം. അതായത് നിങ്ങൾ ഇപ്പം തന്നെ എടുത്തു വെക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ തലേ ദിവസമാണ് ഇടുന്നത്, വെള്ളിയാഴ്ച ഇട്ട വീഡിയോ ആണ്, ശനിയാഴ്ചയല്ലേ എക്സാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്തു വെക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുത്തു വെക്കുക. ശരിക്കും നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ എടുത്തു വെക്കണം. കാരണം അവസാനം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് മറന്നു പോവുക അല്ലെങ്കിൽ ടൈം അതിനുവേണ്ടി കളയുകയൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതേപോലെ വെള്ളമൊക്കെ വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോകട്ടെ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വെള്ളം എവിടെയെന്നൊന്നും അന്വേഷിച്ച് നടക്കണ്ടല്ലോ. വെള്ളമൊക്കെ ഒരു കുപ്പിയിൽ കൊണ്ടുപോവുക. എന്നിട്ട് എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് വെള്ളം കുടിക്കേണ്ടവർ കുടിക്കുക, വാഷ്റൂമിലൊക്കെ പോകേണ്ടവർ പോവുക. അതൊന്നും എടുത്ത് വെക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെ തോന്നലുണ്ടെങ്കിൽ അപ്പം തന്നെ പോയി റെഡി ആയിട്ട് വേണം നമ്മൾ ക്ലാസ് റൂമിൽ കയറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ വേറൊന്നുമില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവർക്കും 10th പ്രിലിംസ് ശനിയാഴ്ച എഴുതുന്ന സ്റ്റേജ് 1, 2 എഴുതുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ വിജയാശംസകൾ നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചതൊക്കെ തന്നെ വരട്ടെ, നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചതൊക്കെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതിക്കോളൂ. ഉറപ്പായിട്ടും നമുക്ക് കട്ട് ഓഫ് കിടക്കാനും പറ്റും, നമ്മൾ പഠിച്ചതൊക്കെ വരികയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.